നമസ്കാരം. മെയ് 2 മുതൽ സർക്കാർ കൊണ്ടുവന്ന പുതിയ ലോട്ടറി നയങ്ങൾ ലോട്ടറി വ്യവസായത്തെ തന്നെ തകർക്കുന്നത് പോലെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ വരുന്ന വളരെ പ്രതീക്ഷയുള്ള ഒരു വാർത്ത, ഈ മാസം 9-ാം തീയതി മുതൽ, അതായത് ജൂൺ 9 മുതൽ സർക്കാർ ലോട്ടറി നയങ്ങളെ പുനഃപരിശോധിച്ചുകൊണ്ട് ആ നയങ്ങളെല്ലാം പരിഷ്കരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ലോട്ടറി വ്യവസായികളുടെയും മറ്റും അടുക്കൽ എത്തിയിട്ടുണ്ട്. അവർ പറയുന്ന കണക്കുകളനുസരിച്ച് ഇനി 2000 പോലുള്ള സമ്മാനത്തുകകൾ, അതായത് സർക്കാർ പിൻവലിച്ച 2000 പോലുള്ള സമ്മാനത്തുകകൾ വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5000 18 എന്നുള്ളത് 20 ആക്കാൻ പോകുന്നുവെന്നും, സെക്കൻഡ് പ്രൈസ് ഇപ്പോൾ 75 ലക്ഷമുള്ളത് 30 ലക്ഷമാക്കാൻ പോകുന്നുവെന്നും, തേർഡ് പ്രൈസ് 12 1 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരേ ഒരു 5 ലക്ഷമാക്കി മാറ്റി എന്നുള്ളതും, 50 രൂപ, അതാണ് ഏറ്റവും സുപ്രധാനമായിട്ട് പറയാനുള്ളത്. 50 രൂപ പ്രൈസാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ വിമർശനങ്ങൾ കേട്ടിരുന്നത്. എന്തിനാണ് ഈ 50 രൂപ പ്രൈസ്, 50 രൂപ ടിക്കറ്റിന് 50 രൂപ പ്രൈസ് കൊടുക്കാൻ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ആ 50 രൂപ പ്രൈസ് എടുത്തു മാറ്റുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 500 126 എന്നുള്ളത് 76 ആക്കി കുറച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 1000 രൂപ 30 എണ്ണം, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ 30 എണ്ണം. അതുപോലെ 200 ഇല്ലായിരുന്നു, 200 എന്നുള്ള പ്രൈസ് ഇല്ലായിരുന്നു, അതിപ്പോൾ 94 എണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ 144 100 രൂപ പ്രൈസുകളും മറ്റും സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. ഇത് ഇപ്പോൾ യഥാർത്ഥമായൊരു കണക്കുകളാണോ എന്നുള്ളത് ജൂൺ 9-ാം തീയതി മുതലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 50 രൂപ എന്ന സമ്മാനത്തുക സർക്കാർ തുടച്ചു നീക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. 2000 രൂപ തിരിച്ചു കൊണ്ടിരുന്നു, പക്ഷേ ഒരുപാടൊന്നുമില്ല, 5 6 മറ്റുമാണ് 2000 രൂപ കൊണ്ടുവരുന്നത്. ബാക്കി ചില വ്യത്യാസങ്ങൾ, ഇപ്പോഴും വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രൈസുകൾ കൂടുതലായി വരുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴുള്ളതിനേക്കാൾ ചില മാറ്റങ്ങൾ ഈ ലോട്ടറി വ്യവസായത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും 40 രൂപ തന്നെയായിരുന്നു നല്ലത് എന്നാണ് ഇപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പറയുന്നത്. പലരും തൊഴിൽ നിർത്തിയ ഒരു സാഹചര്യമാണ്. പക്ഷേ സർക്കാർ 50 രൂപ ടിക്കറ്റ് എന്നുള്ളത് മാറ്റാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ. ഇനി പുതുക്കുന്ന ഈ പറയുന്ന സമ്മാനഘടനയും മറ്റും എത്തരത്തിൽ ലോട്ടറി വ്യവസായത്തെ ബാധിക്കും എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് അറിയാം. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. 5000 രണ്ടെണ്ണം കൂട്ടിയിട്ടുണ്ട്, പിന്നെ 2000 6 ആക്കിയിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവന്നു. കൊണ്ടുവന്നു അങ്ങനെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് 2000 6 നേരത്തെ 10 ആയിരുന്നു, അതിൽ 4 കുറച്ച് 6 ആക്കിയിട്ടുണ്ട്. പിന്നെ അത് 200 പുതിയതായിട്ട് 50 മാറ്റിയിട്ട് 200 വന്നിട്ടുണ്ട്. 50 കളഞ്ഞ് 200 94 ആക്കിയിട്ടുണ്ട്. 94 അതിന് 1000 ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ച് 75 അങ്ങനെ ഉണ്ടാക്കി. ഇപ്പം 100 ചില്ലോ ഉണ്ട്, അത് 76 ആക്കി. പിന്നെ 100 ഒരു 154 100. ബാക്കി പ്രൈസൊക്കെ പഴയ പോലെ 50 ലക്ഷവും 30 ലക്ഷമൊക്കെ ഉണ്ട്. മാറ്റമില്ല, ആ 75 ലക്ഷമൊന്നുമില്ല. ഇല്ല, എല്ലാത്തിലും 30 ലക്ഷമാണെന്ന് തോന്നുന്നു കോമൺ ആയിട്ട്. അങ്ങനെ കിട്ടിയിരുന്നു. മാറാൻ സാധ്യതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. എന്നോട് കുറച്ച് പറഞ്ഞായിരുന്നു 50 രൂപ ആക്കിയതിനു ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞാലേ ഇതിന്റെ ഒരു സ്ഥിതി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്താണ് ചേട്ടാ സ്ഥിതി? ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിട്ട് 2 ആഴ്ചക്കുള്ളിൽ അറിയാൻ പറ്റും ജനം എങ്ങനെ പ്രതികരിക്കും. പക്ഷേ ഈ 50 രൂപയുടെ കാര്യം 2 ആഴ്ചക്ക് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ജനത്തിന്റെ ഒരു സമീപനം? വളരെ മോശമായിരുന്നു. മാറുന്നു വിചാരിക്കുന്നത് വെറുതെ. ഇതിപ്പോഴും അതൊരു 40 രൂപ ആക്കുമായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. 50 രൂപ തന്നെ മാറ്റാതിരിക്കുക. പ്രൈസിൽ മാറ്റമുണ്ട്, അത് 2 ആഴ്ച കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ജനം എങ്ങനെ പ്രതികരിക്കും. കച്ചവടം വളരെ മോശമാണ്. എന്ന് മിച്ചമാണ്. എടുക്കാതിരിക്കാനും പറ്റുമല്ല. എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ നമ്മൾ എന്ത് വയ്ക്കുന്നതിന് കിട്ടത്തില്ല. നമ്മുടെ ആ കോട്ട കട്ടായി പോകും. കടമെടുത്ത് എടുക്കുന്നവരെ എന്ത് ചെയ്യാനോ സഹിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നിന്ന് പോകും. അടുത്ത പരിപാടി നോക്കാന്നുള്ളേ ഉള്ളൂ. അത് ഗവൺമെന്റിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങൾ ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് വലിയ കാര്യം. ഇങ്ങനെയെങ്കിലും മാറ്റം വരുത്തുന്നത് അവരുടെ നയങ്ങൾ പാളിപ്പോയി എന്ന് ഉറപ്പുള്ളതുണ്ടല്ലോ. അതെ,
അതെ, അവർക്ക് തന്നെ മനസ്സിലായി ഈ വ്യവസായം നിന്ന് പോകുന്നു. കാരണം ലോട്ടറി മദ്യമല്ലേ ഉള്ളൂ. ഇതും കൂടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സർക്കാർ തന്നെ ചെയ്യും. വേറെ വ്യവസായം ഇവിടെ ഇല്ലല്ലോ. 9 പറഞ്ഞേക്കുന്നത്. അണ്ണനിപ്പോ ഡെയിലി എത്ര ടിക്കറ്റ് എടുക്കാറുണ്ട്? நான் 60 டிக்கெட்டு தான் எடுக்கும். 60 டிக்கெட் எடுத்து 5 டிக்கெட் 6 டிக்கெட் 7 டிக்கெட் மிச்சம் தான் வருது. 60 டிக்கெட் எடுத்து 60 ടിക്കറ്റ് நான் நடந்து தான் விற்கி. இப்போ நடந்து தான் விற்கி. பாலியம் கடையிலனால വൈകുന്നേരം இங்கே இருக்கும். ஆமாம். ഇപ്പോ ഇരുന്ന് വിറ്റിരുന്ന അണ്ണനിപ്പോ നടന്നാണോ വിൽക്കുന്നത്? കാരണം ഈ ടിക്കറ്റ് വിറ്റ് പോകാത്തോണ്ടാണോ? இப்போ 250 டிக்கெட் விற்றது இப்போ 60 டிக்கெட்டுக்கு வந்துருச்சு. இதுக்கு முன்னாடி 250 ടിക്കറ്റ് വരെ വിറ്റിട്ടുണ്ട്. ഇപ്പൊ അത് 60 ടിക്കറ്റ് ആയി. அது அந்த 60 டிக்கெட்டில் 6 டிக்கெட் 7 டிக்கெட் மிச்சம் தான் வருது. അപ്പൊ ഇരുന്ന് വിറ്റ് കഴിഞ്ഞാൽ ആളുകൾ എടുക്കാത്തോണ്ടാണ് ഇപ്പൊ നടന്ന് വിൽക്കുന്നത്. அதே தான். இப்போ ஆளுகளும் எடுக்காமல் இருக்க தான் நடந்து விற்றுக்கிட்டு இருக்கு. ஒன்றும் டிக்கெட்டு 50 டிக்கெட்டு போகல. இப்போ ரொம்ப എല്ലാ കടയിലുമേ മിച്ചം தான் வருது. എന്നോട് 1-2 പേര് പറഞ്ഞു ഇത് തുടക്കത്തിലെ മെയ് 2-ാം തീയതി 1-2 പേര് പറഞ്ഞു 1-2 ആഴ്ച കഴിഞ്ഞാൽ ഇത് ശരിയാവും എന്ന് പറഞ്ഞു. അതായത് ഇതിലെ ആൾക്കാർ പൊരുത്തപ്പെട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ആളുകൾ അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞിട്ടും ശരിയായോ? ശരിയായില്ല. അമ്മ ശരിയായില്ല. അപ്പോൾ 10-ാം തീയതി ഈ പ്രൈസ് ഘടനയിൽ മൊത്തം മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് ആവുള്ളൂ അല്ലേ? பார்க்கணும். பார்த்துட்டு எங்களுக்கு டிசியெல்லாம் கம்மியாக தானே இருக்குது. டிசியெல்லாம் கம்மி. என்ன செய்ய? நாங்கள் இதை தான் ஓடுது. ஒன்றும் பிரயோசனம் இல்லை. இல்லை ஒன்றும் மிச்சம் வர மாட்டாங்க. ஒன்றும் செய்ய மாட்டில்ல. ஏதோ കച്ചവടം ഓടുന്നുണ്ട് പോയിട്ട് വന്നിട്ട് ഇരിക്കും. அவ்வளோதான். പ്രൈസ് പഠിക്കാറുണ്ടോ? പ്രൈസ് കുറവ് தான். എങ്ങനെ അടിക്കാതുണ്ട്? കുറവ് தான். മെയ് 2-ാം തീയതിക്ക് ശേഷം 5000 ഒക്കെ അടിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു മൊത്തം അടിക്കൽ. എന്നാൽ എല്ലാത്തിനും നോക്കി പോലും ഒന്നും കൂടെ ഇല്ല. 50 രൂപ പൈസ മാത്രം தான் അടിക്കും. 50 രൂപ 100 രൂപ ഇത് മാത്രം. 5000 അടിച്ചതില്ല. എന്താ ലെസൺ നോക്കി പാരുங்க. ഏതും അടിക്കുകയില്ല. 5000 അടിക്കുകയില്ല. ഈ ഇടയ്ക്ക് കോട്ടയത്ത് ഒരു സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ഒന്നും വന്നായിരുന്നില്ല. അതെവിടെയാണത്? അത് എനിക്ക് അറിയില്ല. അറിയില്ല. ഞാൻ കണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ് കോട്ടയത്ത് തേർഡ് പ്രൈസ്. ഇല്ല അറിയില്ല. யாருக்காவது ஒரு ஆளுக்கு அறியலை. கோட்டையத்துக்கு இன்னும் ஃபஸ்ட்டு இது அடிச்சிட்டே இல்லை. സെക്കൻഡ് தேர்டு இன்னும் அடிக்கலை. മാറുമെന്ന് പറയുക. വരട്ടെ, 9-ാം തീയതി ആട്ടെ. മാറിയില്ലെങ്കിൽ ചേട്ടൻ്റെ കടങ്ങളൊക്കെ കൂടും. പിന്നെ ഇങ്ങനെ ആൾക്കാർ മേടിക്കും. മാറില്ലെങ്കിൽ ഇപ്പം 5 എടുക്കും, 1 എടുക്കും. നഷ്ടമാണ്. ഇപ്പം 90 എടുക്കും. ഇപ്പം 90 ഓടത്തില്ല. 40 എടുക്കും. 40 എടുക്കും. അതേ മടുപ്പാ. ചേട്ടൻ മുമ്പ് 90 എടുത്തിരുന്നോ? ഇപ്പം ഇല്ല. ഇപ്പം ഇല്ല. 40 എടുക്കും. ഈ 40 വിറ്റ് പോകുന്നുണ്ടോ? അത് 3 മണി 2:45. ആരും ഇപ്പം മേടിക്കത്തില്ല. ആകെ നഷ്ടത്തിലാണല്ലേ? എന്നാലും സർക്കാരിന്റെ മാറ്റങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ? ഉണ്ട്. പറയുക 9-ാം തീയതി അറിയാം. 50 രൂപ എടുത്ത് കളയാണെന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ അതൊരു എല്ലാവരും അത് തന്നെ. ഇപ്പം നമ്മളെ ഒരെണ്ണം വെച്ചാലേ 50 രൂപ പോയില്ലേ അങ്ങനെ പറയത്തില്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. കഷ്ടപ്പാട് ഒത്തിരി പേരുണ്ടല്ലോ. കാരണം അവിടെയൊക്കെ കടടത്തിന് ചേട്ടനൊക്കെ നിർത്തിപ്പോയി. കുറെ പേര് നിർത്തിപ്പോയി. പല ആൾക്കാർ ഈ തൊഴിൽ നിർത്തി. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ വ്യവസായം തന്നെ ഇല്ലാണ്ടാവൂലേ? പിന്നെ അല്ലേ? എല്ലാവർക്കും നഷ്ടം.